നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. കളവാണികൾ പാടി കാർക്കരിവേണികളാടി കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയ താരേ. Ray, a drop of golden sun, me, a name I call myself. നമസ്കാരമുണ്ട്. അപ്പോൾ TCVയുടെ ഫൺ വിത്ത് മാവേലി ഇന്നെത്തിയിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂര് നമുക്കെല്ലാം അറിയുന്ന പ്രസിഡൻസി കരിയർ പോയിന്റിലാണ് എത്തിയിരിക്കുന്നത്. പഠന കാര്യത്തിൽ ഇവർ പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ മുൻപന്തിയിലാണ്. അപ്പോൾ നോമൊന്ന് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി ഒന്ന് സഞ്ചരിച്ച് നോക്കട്ടെ എന്താ സംഭവം എന്ന് അറിയണല്ലോ. അപ്പോൾ നമുക്കൊന്ന് കടന്നു പോവാം. ആയ് എന്താ ഈ കാണുന്നത്? എല്ലാരും ഗംഭീരല്ലോ. ഗംഭീരായിരിക്കണോ കണ്ടോ, എല്ലാവരും ചിരിച്ച് സന്തോഷമായിട്ട് ഇരിക്കണോ. കാരണം ഓണം എന്ന് പറയുമ്പോൾ ചിരിക്കണ ആയി എന്താ എല്ലാരും ചിരിച്ചിട്ടുണ്ടല്ലോ. ഒന്നോടെ റാപ്പ് എടുക്ക. റാപ്പ്. അപ്പോ സന്തോഷമുണ്ട്. നോമ ഓരോ ആളുകളുടെ അടുത്തേക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പോ എന്താ വരണ്ടേ? വരണം. നമസ്കാരമുണ്ട്. എന്താണോ പേര്? ഗിരീഷ്. ഇതിന്റെ എല്ലാം എന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവരും ഉണ്ട് കൂടെ. എല്ലാരും ഉണ്ട്. അപ്പോ ഇവരൊക്കെ എങ്ങനെയുണ്ട്? നല്ല കുട്ടികളാണ്. നല്ല കുട്ടികളാണ്. ആ മാഷ് പറയുമ്പോ വിവേക് മാഷല്ലേ? ഗിരീഷ് മാഷ് വീട് എവിടെയാ? വീട് എരുമപ്പെട്ടി. ആ അപ്പോ നമസ്കാരമുണ്ട്. നമസ്കാരം. എങ്ങനെയുണ്ട്? ഓണം അവിടെ വരെയായി? ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. ഇവിടെ എത്തി. പിന്നെ സദ്യയൊക്കെ ഉണ്ടോ? സദ്യ നാളെയാണ് നമ്മുടെ സദ്യ. അതാണ് നമ്മുടെ അവസ്ഥ. നോമ അത്തത്തിന് ഇറങ്ങി അന്ന് മുതലേ പല സ്ഥലങ്ങളിലും ഓണാഘോഷം. അവസാന സമയത്ത് എന്തായാലും സാരില്ല, കിട്ടണ കഴിച്ചിട്ട് പോവാ. എങ്ങനെയുണ്ട്? വേറെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല വിശേഷങ്ങൾ. കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? കുട്ടികൾ അടിപൊളിയല്ലേ? ഉഷാറാണ്. അതല്ലേലും ഇവിടെ വന്നപ്പോ നമുക്ക് കണ്ടപ്പോ മനസ്സിലായി. എന്താ പേര്? അയന. എവിടെ വീട്? കൊഴുക്കുള്ളി. ഇവിടെ എന്തിനാ പഠിക്കണേ? ബാങ്ക് കോച്ചിങ്. വലിയ ബാങ്കൊക്കെ ആവോ? എന്താ പേര്? അഖില. എവിടെ വീട്? പൊങ്ങണങ്കാട്. എന്തിനാ പഠിക്കണേ? അവിടെ ബാങ്ക് കോച്ചിങ്ങിനാണ്. ശാരിക ബാങ്ക് കോച്ചിങ്ങിന്. അതെ. എവിടെ വീട്? എങ്ങനെയുണ്ട് വീട്ടിൽ ഓണാഘോഷം? അടിപൊളിയാണ്. ഈ പ്രാവശ്യം എന്താ പരിപാടി? നല്ല ആഘോഷങ്ങൾ തന്നെ. അല്ല അത് മനസ്സിലായി, നല്ല ആഘോഷം ആവൂലോ. എന്താ പരിപാടി? ടൂറ് പോണ്ടോ? ഇല്ല. എന്താ പറ്റിയേ? എക്സാമിന് പഠിക്കല്ലേ. അമ്മോ കണ്ടോ മാഷേ, കേട്ടോ എക്സാമിന് പഠിക്കുവാണ്. അതുകൊണ്ട് നോമ എന്നാ ഓണത്തിന് സദ്യയെങ്കിലും കഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടൊക്കെ മതി പഠനമൊക്കെ. എന്താ പേര്? ഭാവിക. എവിടെ നിന്ന് പറഞ്ഞേ? ചൂണ്ടല്. എങ്ങനെയുണ്ട്? എക്സാമിന് ഇരുന്ന് പഠിക്കോ അതോ ഓണം ആഘോഷിക്കോ? രണ്ടും തകർക്കണം. നമുക്ക് എല്ലാം വേണ്ടേ? ആയ് എന്താ ചിരിച്ചു നിക്കണേ? എന്താ പേര്? തേജ്. എവിടെ വീട്? ചെറുവനങ്ങാട്. എന്താ കാണുമ്പോ എന്താ പേടിച്ചു നിക്കണേ? പേടിയാണോണ്ടോ? പേടിക്കണ്ട. പേര്? പ്രണവ്. എവിടെ വീട്? ഏലൂര്. അപ്പൊ നോമ എല്ലാവരുടെയും ക്ലാസ്സിലേക്ക് ഒന്ന് വരണുണ്ട്. എന്തത്രയൊക്കെ പഠിച്ചു എന്നൊന്ന് നോമെന്ന് അറിയണ്ടേ? ചോദ്യമൊക്കെ ചോദിക്കൂട്ടോ. അപ്പോൾ ഇതില് നോമിനൊരു പാട്ട് കേൾക്കണമെന്നൊരു ആഗ്രഹം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പാട്ട് അങ്ങോട്ട് കേട്ടിട്ട് ഇവിടുന്ന് ക്ലാസ്സിലേക്ക് പോകില്ലേ പക്ഷേ? അപ്പൊ ഇതില് ആരാ നന്നായി പാട്ട് പാടുന്നത്? അല്ലെങ്കിൽ അല്പം പാട്ട് പാടുന്ന ആരാ ഉള്ളേ? അതെ വരുന്നുണ്ട്. എന്താ പേര്? അക്ഷയ്. എത്ര നാളായി പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്? 8 കൊല്ലായി. കൈയടിക്ക്. നോമ വെറുതെ ചോദിച്ചതാ കണ്ടോ. എനിക്ക് മുഖം കണ്ടാൽ അറിയാം പാടുന്ന ആളാണോ. അതുകൊണ്ടാണ് നോം ചോദിച്ചത് എത്ര നാളായി എന്ന്. അപ്പൊ സന്തോഷമുണ്ട്. പാട്ടങ്ങ് കേൾക്കാം. മലയാളി പെൺകൊടിമാരുടെ കൈകൊട്ടിത്താളത്തിലാടി ഇന്ന് പാടി
മലയാളി പെൺകൊടിമാരുടെ കൈകൊട്ടിത്താളത്തിലാടി ഇന്ന് പാടി മലയാള മണ്ണിന് ഉത്സവമായി തിരുവുത്സവമായി. നന്നായിരിക്കണോ? കയ്യടി പോരാ, ഒന്നോടെ കൂടെ അടിക്കുക അല്ലേ? ഇനി അങ്ങനെ നോമ വെറുതെ അല്ല വന്നിരിക്കണേ, പാതാളത്തിൽ നിന്ന് നിറയെ സമ്മാനങ്ങളായിട്ടാണ് വന്നിരിക്കണേ. പാട്ട് പാടിയ ആൾക്കൊരു സമ്മാനം ഉണ്ട്. ഇതാണ് ഞാൻ നോം വന്ന കേട്ടോ. ആയ് സന്തോഷായില്ലേ? അപ്പോൾ നമ്മുടെ തൃശ്ശൂര് പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് സമ്മാനം, പേര് പറഞ്ഞു പോയല്ലോ, നമുക്ക് പ്രായമായില്ലേ? ഏതാ? അക്ഷയിനെ അങ്ങോട്ട് കൊടുക്കുവാണ്. അക്ഷയുടെ വീട് എവിടെയാ? വടക്കാഞ്ചേരി എന്നാണ്. അപ്പൊ അക്ഷയുടെ ഇടിവെട്ട് പാട്ടിന് ഒരു സന്തോഷമായിട്ട് നമ്മൾ കൊടുക്കുന്നു. സന്തോഷമായോ? ഇനി വേഗം നമുക്ക് ക്ലാസ്സിലേക്ക് പോയതിനു മുമ്പ് എനിക്ക് തരുണിമണികളുടെ ഒരു പാട്ട് കേൾക്കണം. ആരാണത്? ആരാണാ? ഇടനെഞ്ചിലിരുന്നിൻ പാഴ്ചുടുനുംബരമെന്നും വേദനയോടെ വിളമ്പുകയാണി പാൽപായസമേളം. ഇതൊരു കേരളോത്സവം, പഴംപാട്ടു സാധകം, കടം കൊണ്ട കേളിജാലം, കളവാണികൾ പാടി കാർക്കരിവേണികളാടി കാലമുറങ്ങിയുണർന്നെഴുന്നേറ്റതു കാണാൻ വരവായി. ആരവം രാഗം ആസുരം താളം, മണ്ണിലെ വിണ്ണാണെന്നും കേരളീയം. ഈ വെറും മണ്ണിൽ ആനരുവിൻ പാതകം കണ്ടു ഞങ്ങൾ പണ്ടു പണ്ടേ. അതു വീണു കരിഞ്ഞാലും ഇനിയും പൂച്ചൂടും മനസ്സുകൾ നിറയെ ശ്രുതി മധുരവുമായി പുലരികൾ തരുമൊരു തിരുവോണം. കളവാണികൾ പാടി കാർക്കരിവേണികളാടി കാലമുറങ്ങി ഉണർന്നെഴുന്നേറ്റതു കാണാൻ വരവായി. തന്നിലം കാണാൻ തമ്പുരാനെന്നും ഓണമായി വന്നെത്തുന്നീ നെഞ്ചിനുള്ളിൽ. പുഞ്ചിരി കണ്ണീർ കൊണ്ടു നാമെല്ലാം ആയിരം കുംഭം തീർക്കും ഓണനാളിൽ. പെരുമാളുടെ നൂറ്റാണ്ടിൻ ഭരണം കണ്ടിടാൻ പുതിയൊരു ബലി പണിതു വരുന്നീ ജനമനസ്സുകളുടെ തിരുവോണം. കളവാണികൾ പാടി കാർക്കരിവേണികളാടി കാലമുറങ്ങി ഉണർന്നെഴുന്നേറ്റതു കാണാൻ വരവായി. ഇടനെഞ്ചിലിരുന്നെൻ പാഴ്ചുടുനുംബരമെന്നും വേദനയോടെ ഉറങ്ങിടുവാൻ പാൽപായസമേളം. നന്നായിരിക്കണോ അല്ലേ? അപ്പോ സമയം കളയണ്ട, നമുക്ക് ഓരോ ക്ലാസ് റൂമിലേക്ക് പോവാം. അവിടെ നിൽക്ക, ഇങ്ങോട്ട് ഓടിപ്പോണേ, അവിടെ നിൽക്കുക, ഒരു സമ്മാനം വേണ്ടേ? ആ എവിടെ സമ്മാനം? അപ്പൊ ഭവ്യക്ക് ഇതാകട്ടോ, തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് സമ്മാനം അവിടെ കൊടുക്കുക. ആ ഞാൻ കൊടുക്കണില്ല, ആ മാഷെ കൊണ്ട് കൊടുപ്പിക്കുക. ഇങ്ങോട്ട് വരിക മാഷേ, മാഷിന്റെ കയ്യിൽ നിന്ന് ഓണസമ്മാനം ആയിക്കോട്ടെ. സന്തോഷായിട്ട്. അതെ, സന്തോഷായോ? പിന്നെ ഹാപ്പി ആയോ? അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പൊ നോമെന്നാ വരണുണ്ട് കേട്ടോ, ക്ലാസ്സുകളിലേക്ക് ഒന്ന് കടന്നു പോവാം. TCBയുടെ ഫൺ വിത്ത് മാവേലി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് നമ്മുടെ ചുണക്കുട്ടികളുടെ അടുത്തേക്ക്. അപ്പോ നോമ ഓരോ ക്ലാസ്സിൽ അങ്ങോട്ട് പോവാല്ലേ? നമുക്ക് ആദ്യ ക്ലാസ്സിലേക്കാണ് മനോഹരമായ ക്ലാസ് ഒക്കെയാണ് കേട്ടോ. ആ Bye.
എല്ലാരും ചൊല്ല് ഇവനെ തൊഴുവാനായി എന്നും ജനനിരക്ക് കാലം പറുത്തു വെച്ചാൽ സ്വർഗം പോലും അണ്ടർവേർഡ് ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കുടുംബല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി എല്ലാവരും എണീക്ക. ആ അപ്പോ നോമിന് സന്തോഷമായി. അവസാനത്തെ 2 വരി ഒന്ന് പാടാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എണീക്കുന്നേ. ഇങ്ങനത്തെ ഒരു മാവേലിനെ ആദ്യമായിട്ടല്ലേ കാണണേ? ചാടി കളിക്കണ മാവേലി. അതെ അതെ. ഈ മാവേലിനെ എങ്ങനെയുണ്ട്? ഈ മാവേലി ഉഷാറായിട്ടുണ്ട്. ഈ മാവേലിയുടെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ? ഇങ്ങനെ തന്നെ ഞാൻ കാണലിക്കാറ്. ഇങ്ങനെയൊക്കെ കാണാറുണ്ടോ? ആ എന്താ പേര്? ശംസിയ. ശംസിയ കാണുന്ന മാവേലി കണ്ണട വെച്ച് വരണ മാവേലിയ. ആ വ്യത്യാസടാ. ഷൂവ് പിന്നെന്താ? ഷൂ അത്ര കണ്ടുള്ളൂ. ഇങ്ങനത്തെ കണ്ടല്ലേ ഞങ്ങള് 2K കിഡ്സ് ഫുള്ള് ഇങ്ങനത്തെ കണ്ടത്. അതാണ്. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളൊന്നും അങ്ങോട്ട് കോലം അങ്ങോട്ട് മാറ്റി നോക്കി. കാരണം നമ്മൾ വരുന്നത് അവിടേക്കാണ്, പ്രസിഡൻസിയിലേക്കാ വന്നിരിക്കണേ. മോശാവരുത്. കാരണം എന്താ, ഇവിടെ നല്ല ചുണക്കുട്ടികളാണുള്ളത്. ഭാവിയിലെ വാഗ്ദാനങ്ങളാണ്. ഓരോരോ സ്ഥാപനങ്ങളിലൊക്കെ നയിക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ നീ ഇരുന്നോളാ, ഇരിക്ക. അപ്പൊ എന്താ പേര്? ശംസിയ. ശംസിയ എവിടെ നിന്ന് പറഞ്ഞേ? പട്ടാമ്പി. പട്ടാമ്പി എന്നാണ് ഇവിടെ പഠിക്കാൻ വരണേ. അതാണ്. കണ്ടോ നമ്മുടെ എങ്ങനെയുണ്ട് നമ്മുടെ കോളേജ്? സൂപ്പറാ. സൂപ്പറാ. ഐശ്വര്യ. എവിടെന്നാ? കേച്ചേരി. ഭാവിക. ചൂണ്ടലി. ശാരിക. മുള്ളൂർക്കര. അപ്പൊ ഈ ചൂണ്ടലിന്നും കേച്ചേരിന്നൊക്കെ എപ്പോ പുറപ്പെടും? ഞങ്ങൾ 8:30 എന്താ പൊന്നെ മോളെ, ആ നോമ ഒരു പ്രാവശ്യം തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം വരെ പോയിട്ടല്ലോ. നിർത്തി. ഇതിലും വേറെ നമ്മുടെ പാതാളത്തിലുള്ള റോഡുകളാ. എന്ത് നല്ല റോഡാന്നറിയോ? എന്താ പേര്? എവിടെ വീട്? കൊങ്ങണങ്ങാട്. അർച്ചന. നല്ല കുണുക്കനാണല്ലോ. നമുക്കൊന്ന് എക്സ്ചേഞ്ച് ചെയ്താലോ? കാരണം നമ്മുടെ നോമിന്റെ ചെറുതാണേ. ഇത് എവിടെ നിന്ന് കിട്ടണോ? പാതാളത്തിലൊക്കെ ഒരു ഷോപ്പൊക്കെ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. നല്ലതാവും. പേര് ഏഞ്ചൽ. വീട് വിയ്യൂര്. കഴിഞ്ഞു. പേര് ഏഞ്ചല്, വീട് വിയ്യൂര്. നോമ അങ്ങനെ പോണില്ല. ഓണം എവിടെ വരെയായി? ഓണൊക്കെ അടിപൊളിയായിട്ട് പോണു. ഉഷാറല്ലേ? ഉഷാറാണ്. അല്ലേ? എന്താണ് പേര്? എവിടെ പറഞ്ഞേ? ചിയാരം. ഐശ്വര്യ. പനമുക്ക്. അഞ്ജലി. ഒറ്റപ്പാലം. ഐശ്വര്യ. അമ്മാടം. അപ്പോ നമസ്കാരം ഉണ്ട് കേട്ടോ. കണ്ടോ എല്ലാവരുടെയും വലിയ വലിയ കുണുക്കണ. നോമന്റെ മാത്രം ഈ പ്രൊഡ്യൂസർ ശരിയല്ല. ഞാൻ പ്രൊഡ്യൂസറോട് 100 വട്ടം പറഞ്ഞു ഈ ചെറുത് ഇങ്ങനെ കുണുക്കിട്ടൊരു കാര്യമില്ല, വലുതൊക്കെ മേടിച്ചു തരാൻ. ആള് പറയാ ഇത് മതി ഇത് മതി എന്ന്. നിങ്ങളൊക്കെ ഒന്ന് പറയോ? നോമന് വലിപ്പമുള്ള കുണുക്കം വേണം. ഇതുപോലത്തെ ഇത് എവിടെ നിന്ന് വാങ്ങണോ? കടയിന്ന്. പിന്നെ കടയിലെല്ലാരും പിന്നെ എവിടെ കിട്ടും? വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനമ്മ അനിയൻ. ഓണത്തിന് എങ്ങനെ വല്ല പാചകം ചെയ്യാൻ അറിയോ? ഇല്ല. പാചകം മാത്രമേ ഉള്ളൂ. അതെ. പപ്പടം കാച്ചാ അറിയായിരിക്കും. അതറിയോ? തിന്നാനറിയോ? അരിയാനെങ്കിലും കൂടിക്കൊള്ളണം. നവ്യ. എന്താ പേര്? പേര് ചോദിച്ചല്ലോ അല്ലേ. നാട് എവിടെയാണോ? ആറാട്ടുപുഴ. അപർണ. ഗുരുവായൂര്. കൃഷ്ണ. ചെങ്ങാലൂര്. കൃഷ്ണപ്രിയ. തൃപ്രയാർ. തന്നെ. സാന്ദ്ര. കൊടകര. ദേവിക. ചേലക്കര. പുഷ്പാഞ്ജലി. പാർലിക്കാട്. ജസ്ന. ഒല്ലൂര്. ടീച്ചറാണോ കുട്ടിയാണോ? അല്ല പുറകിരിക്കണാരെ ചോദിച്ചാണ്. ഇനി ടീച്ചർമാരല്ലേ പുറകിരിക്കണത്, അതുകൊണ്ട് ചോദിച്ചാ ടീച്ചറാണോ കുട്ടിയാണോ? ടീച്ചറാണ് കുട്ടിയാണ്. അതാണ്. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ടീച്ചറാണ് അല്ലേ? ഈ ടീച്ചർ എങ്ങനെയുണ്ട്? അടിപൊളിയാ. അടിപൊളി. സൂപ്പറാ. മിഠായിക്ക് മേടിച്ചു കൊടുത്തായിരുന്നോ അങ്ങനെയൊക്കെ പറയണെന്ന്? പിന്നെ ഞാൻ വരുമ്പോ അങ്ങനെയൊക്കെ പറയണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല, അത് മനസ്സിൽ നിന്ന് വരുന്നതാ. മനസ്സോ? അയ്യോ, അല്ലെങ്കിൽ പിള്ള മനസ്സിലെ കള്ള ഇല്ലെന്നാണല്ലോ. എവിടെ വീട്? ചേലക്കര. ചേലക്കര എന്നാണ് അങ്ങോട്ട് വരണേ? ദൂരം കുറച്ചില്ലേ? ഉണ്ട്. പക്ഷെ എന്നാലും ദൂരം എത്രയാണെങ്കിലും ഇങ്ങോട്ട് വരണ നോക്കുമ്പോ ഒരു ദൂരല്ല. അല്ലല്ല. എത്ര നാളായി? 8 വർഷമായി. 8 വർഷമായി. എന്റെ അമ്മ കണ്ടോ 8 വർഷമായി.
ഓണാഘോഷമൊക്കെ എങ്ങനെയാ? അടിപൊളിയാണ്. അടിപൊളിയാണ്. അല്ല ടീച്ചറാണോ കുട്ടിയാണോ? ടീച്ചറാണ്. എന്റെ കണ്ടോ, ടീച്ചറെ കണ്ടാൽ മനസ്സിലാവില്ല, കുട്ടീനെ കണ്ടാൽ മനസ്സിലാവില്ല. എവിടെ വീട്? എൻ്റെ വീട് കുണ്ടുകാട്. കുണ്ടുകാട്. ഇവിടെ എത്ര നാളായി? 2 വർഷം. 2 വർഷം. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. കുഴപ്പമില്ലോ? അധ്യാപകനാണോ? അരുൺ. അരുൺ. എവിടെ വീട്? പെട്ടി. ഹരികൃഷ്ണൻ. പൂച്ചെടി. മാർട്ടിൻ. കാഞ്ഞാണി. കാഞ്ഞാണി. ഐജോ പുത്തൂര്. പുത്തൂര്. പേര് അഭിജിത്ത് അയ്യന്തോളൂ. നോമ അങ്ങോട്ട് വരാൻ പറ്റില്ലേ? സൂരജ്. ഗുരുവായൂർ. ഗുരുവായൂര്. അപ്പോ കുറെ പേരൊക്കെ അങ്ങനെ പരിചയപ്പെട്ടു. വേഗം പോവാല്ലേ, വേഗം കൊണ്ട് പോവാം. പരിശുദ്ധ സ്വർണത്തിന്റെ തിളക്കവുമായി ഉടൻ നിങ്ങൾക്കരികിലേക്ക് എത്തുന്നു സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്. ആശംസകളോടെ TJKC, MFTC, NITC ആൻഡ് ഫാംകോ. ആക്ഷൻ. ജെന്യുവൻ ആയിരിക്കണം, വിശ്വസിക്കാനും പറ്റണം. കട്ട്. ഇവിടെ ആക്ഷൻ പറഞ്ഞത് കേട്ടോ? സോറി സർ. എന്താ കല്യാണ ആലോചന ആയിരുന്നോ? അത്യാവശ്യത്തിന് സ്വർണം പണയം വെക്കാനാ. വിശ്വസിക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കുക. അതായിരുന്നു. എങ്കിൽ വിശ്വാസം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പിന്നെ ഉറപ്പും വേണം. NTC ഫൈനാൻസ് പോലെ ജെന്യുവൻ ആണ്, ഗോൾഡും സേഫ്. NTC ഫൈനാൻസ്, ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഓർമ്മയില്ല. ആര്യ. നീനു. എവിടെ സ്ഥലം? കൊടുങ്ങല്ലൂര്. ഉത്ര കൊടുങ്ങല്ലൂര്. കൃഷ്ണപ്രിയ കൊടകര. അയന കൊഴുക്കുള്ളി. ഐശ്വര്യ കേച്ചേരി. അമൃത മുള്ളൂർക്കര. നമ്മുടെ ഹെൽപ്പർ അവിടെ പോയി. കൊടയൊന്ന് പിടിക്കുക. അഞ്ജന പാലക്കാട്. പാലക്കാടാ? പാലക്കാട് നിന്ന് വന്നിരിക്കണ്. അവിടെ തൃശ്ശൂർ എങ്ങനെയുണ്ട്? പാലക്കാട് ഭാഷ എന്ന് പറഞ്ഞേ. പാലക്കാട് ഭാഷയല്ല, പ്രോപ്പർ പാലക്കാടല്ല. പിന്നെ എവിടെയാ? പാലക്കാട് മലപ്പുറം ബോർഡറിലായിട്ട് വരും. അപ്പൊ രണ്ടിന്റെ ഇടയ്ക്കാണ്, ഭാഷ ഇല്ല. ശ്രീലക്ഷ്മി കോവലരി. രാഗി വടക്കാഞ്ചേരി. മലപ്പുറത്തുനിന്ന് പാലക്കാട് നിന്നൊക്കെ ആരെങ്കിലും ഉണ്ടെന്ന് കൈ വയ്ക്കേ? ഇല്ല. റോസ്മേരി അങ്കമാലി. അങ്കമാലിയാ? അങ്കമാലിയിൽ എന്തോ സംഭവം ഉണ്ടല്ലോ, കല്യാണത്തിന് പറ്റിക്കണ ഇടപാട്. മാങ്ങാക്കറി എന്ന് പറഞ്ഞൊരു മീൻകറി തന്നെ അല്ലേ? നോമ ഇങ്ങനെ കേട്ടിരിക്കുന്നു പാതാളത്തിലേ, അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ടെന്ന്. അവിടെ എന്തോ വെറൈറ്റി ഇല്ലേ? മാങ്ങക്കറി, പോർക്കിറച്ചി. നമുക്കത് ഇഷ്ടമല്ല കേട്ടോ. ജിസ്മോൾ ചാലക്കുടി. ശീതൾ നടത്തറ. ശ്രീലക്ഷ്മി പനമുക്ക്. നന്ദന ഇരിഞ്ഞാലം. അജിത്ത് ഒളരി. സഞ്ജയ് ഒളരി. അനുകളുടെ മുക്കാട്ടുകാര. അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടു. സന്തോഷമായിരിക്കണോ? മിടുക്കികളാണ്, മിടുക്കന്മാരാണ്, ഭാവിയിലെ വാഗ്ദാനങ്ങളാണെന്നൊക്കെ നോമ ആദ്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ സന്തോഷമായിരിക്കണോ? നോമൻ്റെ എന്തോ കുറവുണ്ടല്ലോ. അവിടെ പോയി കൊട കൈ പിടിച്ചോളാ, അടിച്ചു മാറ്റാൻ നോക്കരുത്. നോമന് ഇതെല്ലാം പാതാളത്തിലേക്ക് തന്നെ കൊണ്ടുപോകണം. ഇതൊക്കെ എത്ര വർഷം പഴകിയതാണെന്നറിയോ? അതൊക്കെ ഒന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ട്. ആരെങ്കിലൊക്കെ തന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകായിരുന്നു. ഇതുപോലെയൊക്കെ അഴിച്ചു തരാറുണ്ടെങ്കിൽ. അപ്പോൾ ഈ ക്ലാസ്സിൽ ഏതോ ഒരു മിടുക്കനുണ്ടെന്ന് അറിഞ്ഞു. ആർക്കോ വലിയ സംഭവമൊക്കെ കിട്ടി. ആണോ? ആരാ? ഇങ്ങനെ ഇടിക്കുക. അതാണ് ഇവിടെ പ്രസിഡൻസി കോളേജിൻ്റെ പ്രത്യേകത. ഇവിടെ വന്ന എല്ലാവരും ഉയരങ്ങളിലേക്ക് എത്തോളൂ. ധൈര്യമായിട്ടിരുന്നോളാ. പേര് പറഞ്ഞുപോയി. സൂരജ്. ഇപ്പൊ എന്തൊക്കെയാ കിട്ടിയിരിക്കണേ എന്ന് കേക്കട്ടെ. എനിക്ക് RBI അസിസ്റ്റന്റ് കിട്ടിയിട്ടുണ്ട്, പിന്നെ SBI ക്ലർക്ക്, ബാങ്ക് ഓഫ് ബറോഡയിൽ PO ആയിട്ട് കിട്ടിയിട്ടുണ്ട്, പിന്നെ യുണൈറ്റഡ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് സെൻട്രൽ ബാങ്കിൽ അസിസ്റ്റന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടാത്തയുണ്ടോ? അല്ല കഴിഞ്ഞു. ഇത് എന്താണെന്നറിയോ? എവിടെ നിൽക്കണത് ആ അധ്യാപകരെ കണ്ടോ? അവരുടെ ഗുണം ഇല്ലയോ? അതെ. ഇനി കൂടെയുള്ള കുട്ടികളുടെ ഗുണം ഇവർക്കൊക്കെ കിട്ടണം. കിട്ടും. ഇവർക്കൊക്കെ കിട്ടി ഓരോ ഉയരങ്ങളിൽ എത്തണം. എത്തും ഇല്ലേ? അപ്പൊ അഭിനന്ദനങ്ങൾ കേട്ടോ. അനുഗ്രഹിക്കുന്നു. നന്നായി വരട്ടെ. അപ്പോ നോമ പോണേന് മുമ്പ് ഒരു പാട്ടോടൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരാ ഇതില് പാടാനായിട്ട് കഴിവുള്ളവരാരെന്ന് നോക്കട്ടെ. നോമ പുത്തൂരിന്ന് വന്ന ആള് അല്ലേ? പുത്തൂരുകാരനല്ലേ? ഒന്ന് എണിക്കുക. അങ്ങോട്ട് പോരെ, ഒന്ന് അതിലെ എണിച്ചിങ്ങോട്ട് പോരെ. നമുക്ക് മുന്നിലൊന്ന് പാടാല്ലേ? കൈയടിക്കല്ലേ?
അവിടെ നിക്ക ആരെയാ തരളിത് ആക്കണതേ? ആരുമില്ല പറഞ്ഞാ നല്ല നല്ല പാട്ടല്ലേ? ഒരു കൈയുടെ ഇങ്ങോട്ട് അടിച്ചു വാ. അവിടെ നിക്ക. ഓയ് ഇങ്ങോട്ട് വാ, ഇവിടെ നിക്ക. അപ്പൊ നമുക്ക് ഒരു സമ്മാനം അങ്ങോട്ട് കൊടുക്കാൻ പോവാ. അപ്പോ നോമ ഒരു സമ്മാനം അങ്ങോട്ട് കൊടുത്താലോ? അത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് സമ്മാനം ഈ ഓണത്തിന്. അപ്പോൾ സന്തോഷമായി, നോമിന് ഒരുപാട് സന്തോഷമായി. നിങ്ങൾ അടുത്ത വർഷമൊക്കെ വരുമ്പോൾ ഓരോരോ സ്ഥാനങ്ങളിലൊക്കെ എത്തട്ടെ എന്ന് നോമ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഇങ്ങനെ വരാം. ഓണം ഇങ്ങനെ തകർത്ത് ആഘോഷിക്കുക കേട്ടോ. ഓണം ആഘോഷിക്കില്ലേ? അപ്പൊ ഹാപ്പി TCVയുടെ ഫൺ വിത്ത് മാവേലി അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് പോവാണ് കേട്ടോ. ഈ ക്ലാസ്സിൽ എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളാണ്. പുറകിരിക്കുന്ന ടീച്ചർ അടക്കം. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. കളവാണികൾ പാടി കാർക്കരിവേണികളാടി കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയ താരേ. Ray, a drop of golden sun. Me, a name I call myself. എന്താ നോമെന്ന് പറഞ്ഞിട്ട് സന്തോഷമില്ലാത്ത ഒരു ആറാപ്പെന്ന് ചോദിക്കേ? എന്തോ വിശേഷം? എവിടെ വരെ ആയി ഓണം? നന്നായി പോണു. എവിടെ ആർക്ക് നന്നായി പോണോ? ഓണം നന്നായി പോണോ? വീട്ടിൽ ഓണാഘോഷമൊക്കെ ഉണ്ടോ? സാറല്ലേ? എവിടെന്ന് വരണേ? പാലക്കാട്. പാലക്കാടാ? പാലക്കാട് ഭാഷയിലൊന്ന് പറഞ്ഞേ കേക്കട്ടെ. എനിക്കറിയില്ല. എവിടെ വീട്? നെടുപുഴ. റോസ്മേരി. എങ്ങനെയുണ്ട് ഇവിടെ ക്ലാസ് ഒക്കെ? നന്നായി പോണു. അതെ. എൻ്റെ പേര് രമ്യ. ഞാൻ ഷൊർണൂരിൽ ഇത്ര ദൂരം വരണൂല്ലേ? പ്രസിഡന്റ് ഇവിടെ കോളേജിന്റെ പ്രത്യേകത ഇവിടെ പഠിക്കുന്നവരൊക്കെ ഉയരങ്ങളിലെത്തിയിട്ടുണ്ട് കേട്ടോ. പേര് അഭിരാമി. ടീച്ചറാണോ? ടീച്ചറാണ്. അപ്പൊ ഈ നിൽക്കണ എല്ലാവരും ടീച്ചർമാരാണോ? അല്ല, കുറച്ച് പേര് കുട്ടികളും കുറച്ച് പേര് ടീച്ചർമാരും അല്ലേ? എവിടെ വീട്? അന്തിക്കാട്. അന്തിക്കാട്. ജിഷ്ണ. വീട് പുന്നമ്പറമ്പ്. ടീച്ചറാണോ? സ്റ്റാഫാണ്. റിംന. പറവട്ടാനി. സ്റ്റാഫല്ലേ? സ്റ്റാഫാണ്. അനറ്റ്. കൊഴുക്കുള്ളി. കണ്ണംകുളങ്ങര. ശില്പ. തൃത്തല്ലൂര്. ഇങ്ങോട്ട് വരിക മോഹൻ, അങ്ങോട്ട് വരാൻ പറ്റുമോ? ഗ്രീഷ്മ. മച്ചാട്. അപ്പോ
ഓരോ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ ആളുകളൊക്കെ നമസ്കാരമുണ്ട്. പേര് ഗാനമൂർത്തി. ഗാനമൂർത്തി. അപ്പൊ ഗാനമുള്ള ആളാ. അപ്പൊ ഒരു പാട്ട് കേട്ടിട്ട് ഇവിടെ അവിടെ നിന്ന് അങ്ങ് പോവാ. ഓരോ പാട്ടങ്ങ് പഠിക്കോ. അവിടെ ഇരുന്ന് പഠിക്കോളൂ. അപ്പൊ എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണട്ടോ. Joe, a deer, a female deer, Ray, a drop of golden sun. Me, a name I call myself, far, a long, long way to run. So, a needle pulling thread, la, a note to follow, so, tea, a drink with jam and bread, that'll bring us back to dough, oh, 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 dough, a deer, a female deer. മലയാളം ഒരു പാട്ട് പാടാമോ? അറിയില്ല. നമസ്കാരമുണ്ട്. പാട്ടുകാരനല്ലേ? പാട്ട് പാടിയായിരുന്നു. നമസ്കാരമുണ്ട്. അവിടെ ഇരുന്നോളാ. ഗ്രീഷ്മ. എവിടെന്ന് പറഞ്ഞേ? വടക്കാഞ്ചേരി. അലീഷ തൃശ്ശൂര്. തൃശ്ശൂരാരാണ്? അഞ്ജലി കാണിപ്പയൂര്. ശ്രീപ്രിയ പാവർട്ടി. കേട്ടെ, ഓണൊക്കെ എങ്ങനെയുണ്ട് വീട്ടിലെ? നന്നായി പോണു. ഓണക്കോടിയൊക്കെ എടുത്തോ? എടുത്തു. ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരും ഓണത്തിന് നമസ്കാരം ഉണ്ട് കേട്ടോ. എന്താ പേര്? അശ്വതി. എവിടെ വീട്? കുട്ടഞ്ചേരി. ഐശ്വര്യ വടക്കുംചേരി. ആനി ചാലക്കുടി. ചാലക്കുടി എന്ന് പറഞ്ഞല്ലേ? അനു കോതമംഗലം. ഇവിടെ കോതമംഗല. എങ്ങനെയുണ്ട് തൃശ്ശൂര്? നല്ലതാ. തൃശ്ശൂർക്കാരികളൊക്കെ എങ്ങനെയുണ്ട്? നല്ലതാ. നല്ല ആൾക്കാരല്ലേ? ഇവിടെ വീട്? മുപ്ലിയം. പേര് പറഞ്ഞു പോയി. ദേവി. എങ്ങനെയുണ്ട് ഓണത്തിന്? ഓണക്കോടിയൊക്കെ എടുത്തോ? ഉഷാറല്ലേ? വീട്ടിലായിരിക്കുന്നുണ്ട്? അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ ആരാ നോക്കാ? അമ്മ നോക്കും. പഠനമൊക്കെ നന്നായിട്ട് പോണോ? പേര്? ശ്രീകുട്ടി. മുളങ്ങുന്നത്ത് വീട്. അനശ്വർ അന്നവനട. പാട്ട് പാടോ ചെറുതായിട്ട്? നോവനെ ഓരോരുത്തരുടെ മുഖം കണ്ട അറിയാം. ലക്ഷണശാസ്ത്രം. അപ്പോ എല്ലാരും ഒന്ന് കൈയടിച്ചേ. നമ്മുടെ ഗായകൻ പാട്ട് പാടാൻ പോവാണ്. തുടങ്ങല്ലേ? ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം. പേര്? അശ്വതി. എവിടെന്ന് പറഞ്ഞേ? പാലക്കാട് ഭാഷ എന്നിട്ട് പറയോ? അന്ന് പറഞ്ഞേ. പാലക്കാട് ഭാഷയില് നമ്മുടെ ഈ കോളേജിൽ വന്നത് സന്തോഷാണ്. അതുപോലെ തന്നെ ഇവിടെ കൂട്ടുകാരികളൊക്കെ നല്ല കൂട്ടുകാരികളാണെന്ന് ഒന്ന് പറഞ്ഞേ. പാലക്കാട് വന്നതില് പറഞ്ഞോളൂ. നിങ്ങൾ എന്തിനാ പേടിക്കണത്? വന്നതില് നല്ല സന്തോഷമുണ്ട്. ഇവിടെ എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണ്. ഇങ്ങനെയാണോ പാലക്കാട് ഭാഷ സംസാരിക്കുക? അതാണ്. ആ സാധനം ഇല്ലാണ്ട് ഒരു പറ്റില്ലാന്ന്. പാലക്കാട് ഭാഷ ഒരു പാലക്കാട് പ്രത്യേക ഭാഷയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അതൊരു പ്രത്യേക ഭാഷയാണ്. എന്തിട്ടും കേട്ടിന്നല്ല, പാലക്കാട് ഒരു ഭാഷയുണ്ട് ഇല്ലേ? അതാണ്. ഓരോ നാടിനും ഓരോ ഭാഷയുണ്ട്, ഓരോ സംസ്കാരമുണ്ട്. പാലക്കാട് എങ്ങനെയാ ഓണത്തിന് സ്പെഷ്യൽ എന്താ? ഓണത്തിന് സദ്യ. അല്ല, സദ്യക്കൊരു സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ, അതെന്താണ്? കണ്ണൂരൊക്കെ പോയി കഴിഞ്ഞാൽ തിരുവോണത്തിൻ്റെ എന്താ സദ്യക്ക് എന്താ സ്പെഷ്യൽ എന്നറിയോ? എന്താണെന്നറിയോ? ചിക്കൻ. അന്ന് ചിക്കനാണ് അവരുടെ സ്പെഷ്യല്. അറിയോ? കേട്ടിട്ടുണ്ടോ? കണ്ണൂർ പോയി കഴിഞ്ഞാൽ ചിക്കനായിരിക്കും സ്പെഷ്യല്. ഓരോ നാടിനും ഓരോ സ്ഥലമാണ്. ഇവിടെ എന്താണ് പാലട ഇല്ലാണ്ട് നമ്മൾ കഴിക്കുമോ? ഇല്ല. ആ സമയത്ത് എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ പരിപ്പില്ലാണ്ട് കഴിക്കൂല. അതാണ് ഓരോ നാടിനും ഓരോ ഒരു പ്രത്യേകതകളുണ്ട്. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞോളൂ. പേര്? അഭിഷിക്ത. പേരാണല്ലോ. പറപ്പൂര്. ഗായത്രി. മുളയം. ജിഷ്ണ. ചേറൂര്. വേഗം പറഞ്ഞോട്ടോ. ജോയ് ഗുരുവായൂർ. നീത പെരിങ്ങോട്ടുര. ലിമ മാള. അനിഷ്മ തൃശ്ശൂരാണ്. നമസ്കാരം. ആശിഷ് പീച്ചിടാം. ഡാമിന്റെ അടുത്താണോ? അല്ല, അത്രക്കടുത്തല്ല. അത്രക്കടുത്തില്ല. ഹരികൃഷ്ണൻ തൃശ്ശൂര്. ശ്രീജിത്ത് ചേലക്കര. അജയ് ഷൊർണൂര്. അപ്പോ വേഗം തേജ് ചെറുമനങ്ങാടി. ശ്രീലക്ഷ്മി ചേലക്കര. അഭിജിത്ത് തൃശ്ശൂര്. ഇവിടെ ഞാൻ ചോദിച്ചായിരുന്നോ? വേലൂര്. ഗാർഗി കൊടകര. കൃഷ്ണപ്രിയ ചേർപ്പ. ചോദിച്ചായിരുന്നോ? ഇല്ല. ഗോവിന്ദ് വാടനപ്പള്ളി. ശരത്ത് വീട് പുതുക്കാട്. ദിൽജിത്ത് കുന്നംകുളം.
പാട്ട് പാടോ? ചെറിയ അസ്തിത്വം. ഗായത്രി വേലൂര്. കൃഷ്ണ അരിമ്പൂര്. ആദിത്യ കോലഴി. ഇവിടെ ഞാൻ ചോദിച്ചായിരുന്നോ? ചോദിച്ചില്ലേ? കണ്ടറിയാം. അപ്പോൾ എല്ലാവരും മിടുക്കന്മാരൊക്കെയാണ് ഈ ക്ലാസ്സിലുള്ളവര്. പഠനമൊക്കെ എങ്ങനെ പോണോ? അതൊക്കെ പറയേ. പോണ്ടോ? ഇവിടുത്തെ മാഷന്മാരൊക്കെ എങ്ങനെയുണ്ട്? നല്ലതല്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഓണക്കാലം ആശംസിക്കുകയാണ്. ഈ ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. ഇതൊക്കെ കൂടിച്ചേരാൻ കിട്ടുന്ന സമയങ്ങളാണ് ഈ ഒരു കോളേജ്, ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ. കുറച്ചൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ജീവിത പ്രാരാബ്ധമൊക്കെ ആയി കഴിയുമ്പോൾ എന്തുണ്ടാവും? ഓണമൊക്കെ എന്തായി കുറയും. അപ്പോൾ ഇപ്പോൾ എന്തായാലും അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. അപ്പോൾ ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് കൊടുത്തേ. നമ്മുടെ TCBയുടെ ഫൺ വിത്ത് മാവേലിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു ഹാപ്പി ഓണം എല്ലാവരും പറഞ്ഞേ. നിറഞ്ഞിട്ടാണ് നമ്മളെ പ്രസിഡൻസി കരിയർ പോയിന്റിൽ ഇവിടെ ഈ ഒരു കോളേജിൽ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കണത്. TCBയുടെ ഫൺ വിത്ത് മാവേലി ഇവിടെ വന്നപ്പോൾ ഞെട്ടിച്ച് കളഞ്ഞിരിക്കണു. കാരണം ഒരു ഡാൻസ് കളിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ തന്നെ അവരങ്ങോട്ട് പഠിച്ചിട്ട് ഡാൻസ് കളിച്ചിരിക്കണു. ആയിരിക്കണം ഇടിക്കുക. എന്താ അപ്പം ചോദിച്ചാൽ അപ്പം അങ്ങോട്ട് ഡാൻസ് കളിക്കും അല്ലേ? കലക്കിയിട്ടുണ്ടോ കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇവരെ പഠിക്കാൻ മാത്രമല്ല കേട്ടോ, കലാപരമായ കാര്യങ്ങളിലെല്ലാം മിടുക്കന്മാരാണ്. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് കുട്ടികളുടെ മാത്രം കല കണ്ടിട്ട് നോമനങ്ങനെ പോകാൻ തോന്നണില്ല. ടീച്ചർമാരാരെങ്കിലും ഒരു പാട്ടും കൂടെ അങ്ങ് പാടി തന്നാ ആരാ അതിലേ? അപ്പോൾ എന്താ പേരെന്ന് പറഞ്ഞേ? ശില്പ. ശില്പ മാം പാടൂന്ന് അല്ലേ? അപ്പോൾ ഒന്ന് കൈയടിച്ചേ. പാടിക്കോ. തിരുവാവണിരാവ് എൻ മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാനിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല് തിരുവാവണിരാവ് എൻ മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. നന്നായിരിക്കണു അല്ലേ? അപ്പോൾ ഒരു സമ്മാനം കൂടെ കൊടുത്തിട്ട് നോമൊക്കെ അങ്ങോട്ട് പോയാലോ? സമ്മാനം തന്നെ ആളെന്ത് ചെയ്യാവോ? എവിടെ സമ്മാനം എന്ത് ചെയ്യേ? ഡാൻസുകാർക്ക് കൊടുക്കാം. ഇങ്ങോട്ട് വരിക, ഡാൻസ് കളിച്ചോരെ. അപ്പോൾ നിങ്ങളുടെ തിരുവാതിരകളെയൊക്കെ നന്നായിരുന്നു. നോമ ആസ്വദിച്ചു വന്നപ്പോൾ തിരുവാതിരകളെയൊക്കെ തീർന്നു പോയി. പെട്ടെന്നുണ്ടായത്. അപ്പോൾ എത്ര ദിവസം പഠിച്ചു? ഇപ്പൊ വന്നിട്ട് കണ്ടോ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. കാരണം 10 മിനിറ്റ് മതി. അപ്പോൾ ഇവരൊക്കെ പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല കലാപരമായ കാര്യത്തിലും മുൻപന്തിയിലാന്ന് പറഞ്ഞ കാര്യം അതാണ്. അപ്പോൾ എല്ലാവരും നന്നായിരിക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ടീച്ചർ മാഷിനോടൊക്കെ പറയുക, ഇടയ്ക്ക് ഇങ്ങനെ കലാപരമായ കാര്യങ്ങളൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പറയുക. അപ്പോൾ സമയമൊക്കെ തരിക. അപ്പോൾ അതൊക്കെ പഠിക്കുക, ഉഷാറാവട്ടെ.
മനസ്സ് തുറന്ന് സന്തോഷിക്കട്ടെ. ഒരു ഹാപ്പി ഓണം കൊടുത്തേ. അപ്പോൾ നമ്മുടെ മനിക ഗോൾഡൻ ഡയമണ്ട്, തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡൻ ഡയമണ്ടിൻ്റെ ഒരു ഇടിവെട്ട് സമ്മാനം എല്ലാവർക്കും കൂടെ അവിടെ കൊടുക്കുക. ഒന്നും നടപടിയാവും. അത് തുറന്നു നോക്കുമ്പോൾ എല്ലാവർക്കും കൂടെ നടപടിയാവും. നൃത്തമാണ് നമുക്ക് കാഴ്ചവെച്ചത്. സന്തോഷമാണ്, സൂപ്പറാണ്, അടിപൊളി. മനിക ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് സമ്മാനം തരികയാണ്. അപ്പോൾ കഴിഞ്ഞോ? തിരുവാവണിരാവ് അല്ലേ, മനസാക നിലാവ്. പിന്നെ അടുത്ത വരിയോ? മലരോണച്ചു. അത് തന്നെ, സൂപ്പറാണ്. അപ്പോൾ ഒട്ടിത്രയും കൂടെ കയറിയുന്നേ. പാട്ടൊക്കെ സൂപ്പറായിരുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചപ്പോ തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് സമ്മാനം. സന്തോഷമായോ? സന്തോഷമായി. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കോളൂ കേട്ടോ. അപ്പോൾ നോം മനസ്സ് നിറഞ്ഞ് ഇവിടുന്ന് തൽക്കാലം യാത്ര തിരിക്കുകയാണ്. നോം പോകുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷേ അടുത്ത പ്രാവശ്യവും വീണ്ടും ഇവിടേക്ക് വരാനൊരു ആഗ്രഹമുണ്ട്. അതിപ്പോൾ ഇവിടുത്തെ മാഷ് പറയണം വരണോന്ന്. നോ വരണോ? തീർച്ചയായിട്ടും വരണം. ഇനി എല്ലാ കൊല്ലവും വരണം. എല്ലാ കൊല്ലവും വരണം. വന്നിട്ട് മനസ്സ് നിറഞ്ഞോ? മനസ്സ് നിറഞ്ഞു, നമുക്ക് നിറഞ്ഞു, മാവേലിക്കും സന്തോഷമായി. ഒത്തിരി സന്തോഷമായി. എല്ലാവരും നല്ല ആളുകളാണ്, നല്ല കുട്ടികളാണ്. അപ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി നാം പോകുന്നു. നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഈ ഓണം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നിറഞ്ഞതാവട്ടെ. ചിരിക്കുന്ന മുഖങ്ങൾ തന്നെ എപ്പോഴും ഉണ്ടാവട്ടെ. സന്തോഷപൂർവ്വമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. TCVയുടെ ഫണ്ട് വിത്ത് മാവേലി അങ്ങനെ സന്തോഷമായി ഇല്ലേ? സന്തോഷമായി എന്നാണ് പറഞ്ഞത്. ഇനി വരണോ? വേണ്ടാന്നോ? അടുത്ത പ്രാവശ്യം വരണോ? അപ്പൊ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും വരാൻ തയ്യാറാവുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചങ്ക് കോളേജിന്റെ വക ഹാപ്പി. അപ്പോൾ നമ്മൾ സന്തോഷമായിട്ട് ഓണത്തിൻ്റെ ഒരു താളം അങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ അങ്ങോട്ട് പോവാണ്. അടുത്ത വർഷം വരെ ഈ താളം ഈ കോളേജിലുണ്ട്. അടുത്ത വർഷം വീണ്ടും നാം വരുമെന്നൊരു വാഗ്ദാനം കൂടെ കൊടുക്കുകയാണ്, ഉറപ്പും കൂടെ കൊടുക്കുകയാണ്. വെറും ഉറപ്പല്ല, കട്ട ഉറപ്പാണ്.